ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസർച്ച് ഡിസൈൻ്റെ എന്താണ് റിസർച്ച് ഡിസൈൻ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ്, അതിൻ്റെ മേജർ ടേംസ് എന്തൊക്കെയാണെന്നൊക്കെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് സ്റ്റഡീസിന് പലതരത്തിലുള്ള സ്റ്റഡീസ് നമുക്കുണ്ടെന്ന് അറിയാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എക്സെട്ര. സോ അങ്ങനെ വരുന്ന റിസർച്ച് സ്റ്റഡികൾക്ക് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതെങ്ങനെ ചൂസ് ചെയ്യണം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The first one, the research design for exploratory studies. Exploratory റിസർച്ചിൽ യൂസ് ചെയ്യുന്ന റിസർച്ച് ഡിസൈൻ. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്. ഇറ്റ്സ് ഒരു ന്യൂ വൺ. ഇറ്റ്സ് ഒരു ഡെവലപ്പിംഗ് ഓർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ന്യൂ തിങ്, അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് സ്റ്റഡീസ് എന്ന് കൂടി പറയും. സോ നമുക്ക് അധികം ഇൻഫോർമേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്കൊരു പുതിയ കാര്യത്തെ വളരെ ബിഗിനിങ്ങിൽ ചെയ്യുന്ന ഇനീഷ്യൽ റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. സോ ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ അഡോപ്റ്റഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റഡി. ആ മെത്തേഡ്സ് എന്ന് പറയുന്നത് ദ സർവേ ഓഫ് ദ കൺസേൺ ലിറ്ററേച്ചർ, a survey of people who have practical experience with the problem to be studied, and analysis of insight stimulating examples. ഇത് മൂന്നുമാണ് നമ്മുടെ methods adopted for this kind of study. So what are the methods? Survey of the literature, experience survey, the analysis of insight stimulating examples. The first one ആണ് the survey of the literature survey. അതായത് ഈ സർവേ എന്താണ് നമ്മൾ സർവേ ചെയ്യേണ്ടത്? നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് റിസർച്ചേഴ്സും തീസിസുകളും നമ്മൾ നന്നായിട്ട് റിവ്യൂ ചെയ്യണം. എന്തിനാണ് നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്നത്? പ്രീവിയസ് റിസർച്ച് സ്റ്റഡിയും റിവ്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡിയിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇതുവരെ എവിടം വരെയാണ് പ്രീവിയസ് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇനി അതിൽ നിന്ന് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്ററേച്ചർ സർവേ നടത്തുന്നത്. The second one, a survey of people who have practical experience with the problem to be studied, which is known as the experience survey. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണോ പ്രോബ്ലം ആയിട്ട് എടുത്തിരിക്കുന്നത് അതുമായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായി അവരെ വെച്ച് ഒരു സർവേ നടത്തുന്നു. സോ എക്സ്പീരിയൻസ് സർവേ, എക്സ്പീരിയൻസ്ഡ് പീപ്പിളിൽ നിന്ന് നമ്മൾ അവരുടെ ഇടയിൽ നമ്മൾ നടത്തുന്ന സർവേ ആണ് എക്സ്പീരിയൻസ് സർവേ. ബിക്കോസ് ദ എക്സ്പീരിയൻസ് പീപ്പിൾ ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ന്യൂ ഐഡിയാസ്. അവർക്ക് പുതിയ ഇൻസൈറ്റ്സ് ഉണ്ടായിരിക്കും, പുതിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എങ്ങനെ വേണം നോക്കി കാണണമെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതിനാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. The third one, the analysis of insight stimulating examples. അതായത് ഇതൊരു ഇൻറ്റൻസീവ് സ്റ്റഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സെലക്റ്റഡ് ഫിനോമിന എടുത്ത് അതിനെ നടത്തുന്നത് നമ്മൾ അതിലേക്ക് ഒരു ഇൻറ്റൻസീവായിട്ട് ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി നടത്തും. അതിനെയാണ് ഈ ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ്. ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒന്നാണ് ഈ മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഇൻ കേസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിൻ്റെ കേസിലാണ് ഇങ്ങനെ. Then what about the descriptive research? Descriptive research നമ്മൾ പ്ലാൻ ചെയ്യേണ്ട റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു ഗ്യാദർ ദ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഡാറ്റ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും? ഒബ്സർവേഷൻ വഴിയോ ഇന്റർവ്യൂ ഓർ ക്വസ്റ്റ്യൻ വഴി നമ്മൾ കളക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒന്നും തന്നെ ഇല്ല. ഇത് ഓൾറെഡി എക്സിസ്റ്റ് ആയിരിക്കുന്ന ഒരു ഫിനോമിനയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എല്ലാം അപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ ഇത് അധികം ഉപയോഗിക്കുന്നത് എവിടെയാണ്? യൂസ്ഡ് ഇൻ ഫിസിക്കൽ, നാച്ചുറൽ സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസസ്. അവിടെയെല്ലാമാണ് ഇത് കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആയി കാണുന്നത്. And the major purpose of descriptive research is to describe the characteristics of a population or a phenomenon. അത് നമുക്കറിയാം. ആൻഡ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആകുന്നത്? ഈ താഴെ പറയുന്ന 4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അപ്ലിക്കബിൾ ആണെന്ന് പറയാം. ആ ക്രൈറ്റീരിയകളാണ്: ദ പ്രോബ്ലം മസ്റ്റ് ബി ഡിസ്ക്രൈബിൾ, ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം.
The data should be amenable for reliability and significance. It is possible to develop the valid standards of comparison. It should provide itself to verifiable procedures of collection and analysis of data. ഇത് നമ്മൾ മുൻപും പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അവിടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞു, ഈ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. ഈ സോഷ്യൽ സയൻസ് റിസർച്ച് എല്ലാം നമുക്ക് ഇതിനെ റിലേറ്റഡ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന റിസർച്ച് ടൈപ്പാണ്. The steps involved in descriptive study. Descriptive study is നമ്മൾ ചെയ്യുന്ന steps. First one, the formulation of the objectives of the study. Studyയുടെ objectives നമ്മൾ formulate ചെയ്യണം with precision. അതായത് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. അങ്ങനെ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് പ്രിസിഷനോട് ചെയ്യും. അത് കഴിഞ്ഞ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. Then define the population or universe. So ഏത് ഡാറ്റയാണ്, ആരെയാണ് നമ്മൾ പഠിക്കുന്നത്, ആ ഹോൾ പോപ്പുലേഷനെ നമ്മൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. Then select the sample. സാമ്പിൾ സെലക്ട് ചെയ്യുക. Design the method of data collection. ഡാറ്റ കളക്ട് ചെയ്യുക, അത് ഏത് മെത്തേഡിൽ വേണമെന്ന് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് ഡാറ്റ കളക്ട് ചെയ്യണം. Then analyze the data and results. After collecting data, we have to analyze the data. ഡാറ്റനെ അനലൈസ് ചെയ്യണം. ഇതെല്ലാമാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? The formulation of the objectives of the study, define the population or universe, select the sample, design the method of data collection, analyze the data and the results. അടുത്തതാണ് റിസർച്ച് ഡിസൈൻ ഫോർ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്. A diagnostic study എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It determines the frequency with which something occurs or its association with something else. അതായത് ഒരു കാര്യം ഇപ്പോൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു അസോസിയേഷൻ മനസ്സിലാക്കാനാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി യൂസ് ചെയ്യുന്നത്. For example, the study related with one particular variable is associated with other variable. അതായത് ഒരു variable മറ്റു variable ആയിട്ട് എത്രത്തോളം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു സ്റ്റഡിയെ നമുക്ക് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി എന്ന് പറയാം. For example, to discover the problems of farmers or college teachers. The diagnostic study involves the same step as the case of descriptive study. Descriptive studyയിലെ അതേ സ്റ്റെപ്സ് തന്നെയാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയിലും applicable ആകുന്നത്. So എന്തൊക്കെയായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്? Formulation of the objectives of the study, define the population or universe, select the sample, design the method for data collection, analyze the data and the results, interpret the results. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത്, ആദ്യം കണ്ടു റിസർച്ച് ഡിസൈൻ ഫോർ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ്, then റിസർച്ച് ഡിസൈൻ ഫോർ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, third one the research design for diagnostic studies. അടുത്തതാണ് the research design for the experimental study. ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്താ ഉദ്ദേശിക്കുന്നത്? To test the hypothesis of causal relationship between variables. വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കും, അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്പെരിമെന്റൽ സ്റ്റഡി നടത്തുന്നത്. And in this study, two groups are compared in terms of assured effect of the experimental variable. രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും തരം ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കും. അതിന്റെ ഇഫക്റ്റ്, ആ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള വേരിയബിളിന്റെ ഇഫക്റ്റ് മനസ്സിലാക്കുന്ന ഒരു രണ്ട് ഗ്രൂപ്പ് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുന്ന സ്റ്റഡിയാണ് ഇത് എക്സ്പെരിമെന്റൽ റിസർച്ച്. The validity of the experiment depends upon the equivalence between the control group and the experimental group chosen. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റഡിയുടെ റിസൾട്ട്സ് എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണ്, എത്രത്തോളം മീനിങ്ഫുൾ ആണ് എന്നുള്ളൊരു കാര്യത്തിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഈ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്തിനനുസരിച്ചിരിക്കും? ഈ കൺട്രോൾ ഗ്രൂപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രോൾ ഗ്രൂപ്പിനും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനെയും അനുസരിച്ചിട്ടിരിക്കും. ഇത് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. The types of experimental design. The experimental investigation can be conducted on groups or individuals. Groups il conduct cheyam allengi individual aayittu conduct cheyam. Accordingly, the structure of the design changes as group experimental design or single subject experimental design. ഒന്നെങ്കിൽ അത് ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട്, ഓർ സിംഗിൾ വാരിയബിൾ സിംഗിൾ സബ്ജക്ട് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട്. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ.
If there is only one independent variable that can be manipulated, then a single variable design is used. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അവിടെ നമ്മൾ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആണ് ഉപയോഗിക്കുക. എപ്പോഴാണ് സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഉപയോഗിക്കുക? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്കിലാണ് നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ ഡിസൈൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് there are two or more independent variables, രണ്ടോ അതിനേക്കാൾ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. അതുകൊണ്ട് കൂടാതെ അതിൽ ഒരെണ്ണം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? എ ഫാക്ടോറിയൽ ഡിസൈൻ ഷുഡ് ബി ചൂസൺ. ഒരു ഫാക്ടോറിയൽ ഡിസൈൻ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ സിംഗിൾ വേരിയബിൾ ഡിസൈൻ? ഈ സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറഞ്ഞു ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് സിംഗിൾ വേരിയബിൾ ഡിസൈൻ. ഇനി അണ്ടർ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഡിപ്പെൻഡിങ് ഓൺ ദി ഡിഗ്രി ഓഫ് കൺട്രോൾ 3 ടൈപ്സിലായിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ, ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ കേസിൽ ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ. ആൻഡ് ഇൻ കേസ് ഓഫ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ മീഡിയം ഡിഗ്രി ഓഫ് കൺട്രോൾ. ഫസ്റ്റ് വൺ, പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇതിന്റെ പ്രത്യേകത റാൻഡമൈസേഷൻ പറ്റാതെയാകുമ്പോഴുള്ള ഒരു ഡിസൈൻ ടൈപ്പാണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇത് എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒന്നോ രണ്ടോ ഗ്രൂപ്പുകാർ, എത്ര ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബേസിസിലാണ് ഈ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പോൾ രണ്ടിനും പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും. പോസ്റ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ വൺസ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് പഠിക്കുമ്പോൾ ചെയ്യുന്നതിനാണ് പോസ്റ്റ് ടെസ്റ്റ്. പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മുൻപ് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുന്നത്, അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ദ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് വൺ ഷോട്ട് കേസ് സ്റ്റഡീസ്. വൺ ഷോട്ട് കേസ് സ്റ്റഡീസ് അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? The one group is exposed to the treatment and only a post test is given to observe or measure the effect of the treatment on the dependent variable within the experimental group. One shot case study പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഗ്രൂപ്പ് ഉള്ളൂ, ആ ഗ്രൂപ്പിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും. ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ആ ട്രീറ്റ്മെന്റിൽ നിന്ന് ഇഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് നടത്തും. അങ്ങനെ വരുന്നതിനാണ് വൺ ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ ഗ്രൂപ്പിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആകുന്നത്. അതുകൊണ്ട് ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഇവിടെ ഇല്ല. ആൻഡ് ചൂസൺ ഗ്രൂപ്പ് വാസ് എക്സ്പോസ്ഡ് ടു ദ ട്രീറ്റ്മെന്റ്. നമ്മൾ സെലക്ട് ചെയ്തത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആൻഡ് അത് ഒരിക്കൽ മാത്രമാണ് അതിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഇഫക്റ്റ് മനസ്സിലാകുന്നത് അത് മാത്രമാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതിനാണ് വൺ ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തതാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? വൺ ഗ്രൂപ്പ് ഈസ് പ്രീ ടെസ്റ്റഡ് ആൻഡ് എക്സ്പോസ്ഡ് ടു ദ ട്രീറ്റ്മെന്റ് ദെൻ പോസ്റ്റ് ടെസ്റ്റഡ്. അതായത് ആദ്യം അതിനെ പ്രീ ടെസ്റ്റ് ചെയ്യും, ആദ്യം ടെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുക്കും, ദെൻ എഗെയിൻ ടെസ്റ്റ് നടത്തും. അതുകൊണ്ടാണ് അതിനെ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. കാരണം ഒരേ സെയിം ഗ്രൂപ്പിന് രണ്ട് ടെസ്റ്റും ചെയ്യും. അതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് എപ്പോഴായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ട്രീറ്റ്മെന്റ് മുൻപും. രണ്ടാമത്തെ ടെസ്റ്റ് ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഇത് വൺ ഷോട്ട് കേസ് സ്റ്റഡിയേക്കാളും ബെറ്റർ ആണ്. കാരണം എന്തുകൊണ്ടായിരിക്കും? വൺ ഷോ അതിൽ വൺസ് ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നുള്ളൂ, മുൻപ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ രണ്ടും അതിന്റെ മുൻപത്തെ അവസ്ഥ എങ്ങനെയാണ് അത് വെച്ച് നമുക്ക് ആ ഒരു ശരിക്കും ഗ്യാപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന മുമ്പുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പോസ്റ്റ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് വല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏത് ടെസ്റ്റ് ആണെങ്കിൽ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ആണ്. ബിസിനസ് റിസർച്ചിലൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ആൻഡ് തേർഡ് വൺ ആണ് ദ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. In this design, at least two groups are involved. രണ്ട് ഗ്രൂപ്പെങ്കിലും മിനിമം ഉണ്ടായിരിക്കും. After one group receives the treatment, all groups are post-test. ഒരെണ്ണത്തിനും ട്രീറ്റ്മെന്റ്, രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം എല്ലാ ഗ്രൂപ്പും നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും. For example, two groups that have already been formed are chosen. One is given a treatment
different from regularly applied one. This design has better control over most of the variable. Variable മുകളിൽ better control ഉള്ള ഒരെണ്ണമാണ് ഈ static group comparison design. And experimental group is measured after it has been exposed to the experimental treatment, and the control group is measured without having exposed to the experimental treatment, and results are measured. Experimental group രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും രണ്ടാമത് കൺട്രോൾ ഗ്രൂപ്പ് ആയിരിക്കും. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഇഫക്റ്റ് മനസ്സിലാക്കുന്നു. കൺട്രോൾ ഗ്രൂപ്പ് നമ്മൾ ഒരു എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ തന്നെ അതിനെ മെഷർ ചെയ്യുന്നു. അങ്ങനെ റിസൾട്ട്സിനെ മെഷർ ചെയ്ത് കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഈ പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്ന മൂന്നെണ്ണമാണ് ഇതൊക്കെ. ഏതൊക്കെയായിരുന്നു അത്? one short case study, one group pre-test post-test, static group comparison design. അടുത്തതാണ് the true experimental design. True experimental design എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ ഈ 4 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, the random selection of subject. നമ്മൾ റിസർച്ചർ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലേക്ക് നമ്മൾ റാൻഡം ആയിട്ടാണ് ടെസ്റ്റ് യൂണിറ്റ്സിനെ അസൈൻ ചെയ്യുന്നത്. അതൊന്ന്. രണ്ട്, യൂസ് ഓഫ് കൺട്രോൾ ഗ്രൂപ്പ്സ്. അതായത് ഇവിടെ ഇറ്റ് ഹാസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കൺട്രോൾ. ഈ എല്ലാ മൂന്നെണ്ണത്തിലും ഏറ്റവും ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ഉള്ളതാണ് നമ്മുടെ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. നമ്മൾ സബ്ജക്റ്റിനെ when the subjects are randomly assigned, there is higher control of the internal validity as well as the external validity. സബ്ജക്റ്റ് നമ്മൾ റാൻഡംലി അസൈൻ ചെയ്യുമ്പോൾ അവിടെ ഇന്റേണൽ വാലിഡിറ്റിയും എക്സ്റ്റേണൽ വാലിഡിറ്റിക്കും മുകളിൽ ഹൈ കൺട്രോൾ ഉണ്ടായിരുന്നു. സോ വാട്ട് ഇസ് ദിസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി? Internal and external validity means whether or not the results of a study are trustworthy or meaningful. അതായത് നമ്മൾ നടത്തുന്ന സ്റ്റഡി അത് നല്ല റിലയബിൾ ആണോ, മീനിങ്ഫുൾ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് പറയുന്നതാണ് ഈ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ വാട്ട് ഇസ് ദെൻ ദ ഇന്റേണൽ വാലിഡിറ്റി? ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ വെൽ എ സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ്, അതിന്റെ സ്ട്രക്ചർ, ആ ഒരു കാര്യങ്ങൾ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ചെയ്യുന്നു അത് പറയുന്നതാണ് ഇന്റേണൽ വാലിഡിറ്റി. അത് എത്രത്തോളം നന്നായി ചെയ്തു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നമ്മൾ ചെയ്തു, സ്ട്രക്ചർ വളരെ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നതാണ് ദ ഇന്റേണൽ വാലിഡിറ്റി. Then what about the external validity? External validity എന്ന് പറഞ്ഞാൽ how applicable the findings are to the real world. അതായത് എത്രത്തോളം നമ്മുടെ കണ്ടെത്തലുകൾ, നമ്മുടെ ഫൈൻഡിങ്സ് എല്ലാം നമുക്ക് എത്രത്തോളം ജനറലൈസ് ചെയ്യാൻ പറ്റും, റിയൽ വേൾഡിലേക്ക് എത്രത്തോളം ജനറലൈസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്നുകൊണ്ട് അർത്ഥം. സോ ഇതിന്റെ മുകളിൽ നല്ലൊരു കൺട്രോൾ ഉള്ളതും ഇത് നമുക്ക് ഹൈയസ്റ്റ് ലെവലായിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ദ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന 4 കാര്യങ്ങളാണ്: the random selection of subjects, use of control groups, random assignment to control and experimental group, random assignment of groups to control and experimental conditions. And here it may be designed with or without a pretest or at least 2 groups of randomly assigned subjects. ഇതിൽ എന്താ പ്രത്യേകത? ചിലപ്പോൾ പ്രീടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രീടെസ്റ്റ് ചെയ്യാതെയാണ് ഈ ഒരു ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യും? ഈ കൺട്രോൾ ഗ്രൂപ്പിന്റെ റിസൾട്ട് ഈ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുമായിട്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും. നോക്കൂ, മനസ്സിലായോ? There is always a control group to compare the results of the subjects in the experiment with other subjects of similar status that have not been exposed to the treatment. ട്രീറ്റ്മെന്റ് കിട്ടാത്ത അതേ കാര്യങ്ങളുമായിട്ടും ട്രീറ്റ്മെന്റ് കൊടുത്താൽ അതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും ഈ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഈ അതർ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് വൺ, ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ, ഇവിടെ പോസ്റ്റ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇൻ ദിസ് ഡിസൈൻ 2 groups ആർ യൂസ്. 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. One group is given the treatment and the results are gathered at the end. ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് റിസൾട്ട്സ് അതിന്റെ അവസാനം നമ്മൾ ഗ്യാദർ ചെയ്യും. And the control group receives no treatment. കൺട്രോൾ ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുക്കില്ല over the same period of time but undergoes exactly the same test. But അതിനെ മെഷർ ചെയ്യും. At the same time, this post test only design does
find many users. It is limited in scope. But ഇത് എന്താ പറഞ്ഞത്, രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അവസാനം റിസൾട്ട് ഗ്യാദർ ചെയ്യുന്നു. കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല, ബട്ട് സ്റ്റിൽ മറ്റേ ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈ കൺട്രോൾ ഗ്രൂപ്പിനും ടെസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും ഇതിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. ഇത് വാലിഡിറ്റി എൻഷുർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇത് ലിമിറ്റഡ് ഇൻ സ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ദ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഡിസൈൻ. ഇതൊരു ഇന്റേണൽ വാലിഡിറ്റി ഒരു വളരെ ഹൈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഡിസൈൻ ആണ് ദ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് റാൻഡംലി അസൈനിങ് സബ്ജക്ട്സ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്, എ ടെസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് എ കൺട്രോൾ ഗ്രൂപ്പ്. റാൻഡംലി അസൈൻ ചെയ്യുന്നു. ആൻഡ് ബോത്ത് ഗ്രൂപ്പ്സ് ആർ പ്രീ ടെസ്റ്റഡ്, രണ്ടും പ്രീ ടെസ്റ്റ് ചെയ്യും. ബോത്ത് ആർ പോസ്റ്റ് ടെസ്റ്റഡ്, രണ്ടും പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും. And the ultimate difference being one group was administered the treatment. എന്താണ് ആ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് നമ്മുടെ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റിന്റെ കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ പ്രത്യേകത. ഹൈ ലെവൽ ഓഫ് ഇന്റേണൽ വാലിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ദി സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. ദി സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. ഇതിലിപ്പോ 4 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ദിസ് ഡിസൈൻ കണ്ടെയ്ൻസ് 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ്, 2 എക്സ്ട്രാ കൺട്രോൾ ഗ്രൂപ്പ് കൂടി ഉണ്ട്, which helps to reduce the influence of extraneous variable. ഈ extraneous variable എന്താണെന്ന് പറഞ്ഞു, നമ്മൾ പഠിക്കുന്നില്ല അങ്ങനെ ഒരു ഫാക്ടറിനെ പറ്റിയിട്ട്, സ്റ്റിൽ അതിന്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ സ്റ്റഡീസിലേക്ക് വരുന്നതിനെയാണ് extraneous variable എന്നുകൊണ്ട് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്റ്റുഡൻസിന്റെ സബ്ജക്റ്റിലെ മാർക്കും ട്രെയിനിങ്ങും ആണ്, ആ ടീച്ചിങ് ലെവലാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ടീച്ചിങ്ങിനെ മാത്രം കൊണ്ടല്ല കുട്ടിക്ക് മാർക്ക് വരുന്നത്, എന്തുകൂടി ഉണ്ട് അവിടെ ഇന്റലിജൻസ് ലെവലും കൂടി കമ്പയർ ചെയ്യപ്പെടണം. സോ ആ ഇന്റലിജൻസ് പറയുന്നതാണ്, ആ ബ്രെയിൻ പവർ എന്ന് പറയുന്നതാണ് അവിടെ വരുന്ന എക്സ്ട്രേനിയസ് വാരിയബിൾ. സോ അതിൻ്റെ ഒരു എക്സ്ട്രേനിയസ് വാരിയബിളിന്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ആൻഡ് ഇറ്റ് അലൗസ് ദ റിസർച്ചർ ടു ടെസ്റ്റ് വെദർ ദ പ്രീ ടെസ്റ്റ് ഇറ്റ്സെൽഫ് ഹാസ് ആൻ ഇഫക്റ്റ് ഓൺ ദ സബ്ജക്ട്. പ്രീ ടെസ്റ്റിന് മാത്രം തന്നെ വല്ല ഇഫക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ബിസിനസ് റിസർച്ചിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒന്നുമല്ല. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, ബട്ട് ഇത് വളരെ വാലിഡിറ്റി എൻഷുർ ചെയ്യുന്ന ഒന്നാണ്. കുറച്ചുകൂടി ക്ലാരിറ്റി വരും, നമുക്കത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അത് കൊടുത്ത സാധനത്തിന് എത്രത്തോളം ഇഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് 2 ഗ്രൂപ്പ് ഡിസൈൻ ആൻഡ് ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഡിസൈൻ. ഇവിടെ 2 ഗ്രൂപ്പ് ഡിസൈൻ കൺട്രോൾ ഡിസൈൻ, കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then quasi experimental design. അടുത്തതാണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇത് നമ്മൾ പറഞ്ഞിരുന്നു, മീഡിയം ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഒരു വ്യത്യാസം മറ്റുള്ള എക്സ്പെരിമെന്റൽ ഡിസൈനിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതാണെങ്കിൽ ഇവിടെ റാൻഡം സെലക്ഷൻ നടക്കില്ല. നമ്മുടെ ട്രൂ എക്സ്പെരിമെന്റലും ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിലെ മെയിൻ ഡിഫറൻസ് അതാണ്, ദ റാൻഡം സെലക്ഷൻ. About the random selection, here the random selection is not possible. And this experimental design does not meet all requirements necessary for controlling the influences of extraneous variable. Extraneous variable ne control cheyanalla ellam ivide പറ്റില്ല. അതിനുള്ള കാര്യങ്ങളൊന്നും ഈ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിൽ ഇല്ല. ഇത് പലതരത്തിലുണ്ട്. 3 ഫോമാണ് മെയിൻലി ഉള്ളത്. 3 different forms. The first one, non-equivalent control group design. Non-equivalent ആയിട്ടുള്ള control group design. Second one, time series design. And third one, counterbalanced design. ഇതാണ് 3 ആദ്യത്തെ എന്തായിരുന്നു? Non-equivalent control group design, time series design, counterbalanced design. Non-equivalent control group design പ്രത്യേകത എന്താണ്? ഇത് സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഫ്രീക്വന്റ് ഉപയോഗിക്കുന്ന ഒന്നാണ്. It is structured like a pre-test, post-test, randomized experiment. പോലെയാണ് pre-test, post-test, randomized experience സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ randomization എന്ന് പറഞ്ഞ ഫീച്ചർ ഇല്ല, അത് ക്വാസിക്ക് മൊത്തത്തിലില്ല. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ഡിസൈൻ ഇൻക്ലൂഡ്സ് അറ്റ്ലീസ്റ്റ് ആൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, അതായത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ദ പാർട്ടിസിപ്പൻസ് ആർ നോട്ട്
randomly assigned to the groups. Participants randomly all assign ചെയ്യുന്നത്. Non-equivalent control group design is similar to the pre-test post-test control group design except that no randomization required. Randomization ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ pre-test post-test control group design പോലെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഇതിന് അടുത്തതാണ് time series design. Time series design പ്രത്യേകത എന്താണെങ്കിൽ the subjects are repeatedly pre-tested and post-tested before and after the treatment rather than being tested once at the beginning and a second time at the end of the period. ഇത് നമ്മുടെ pre-test, post-test, pre-experimental ഡിസൈനിന്റെ ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ ടൈം സീരീസ് ഡിസൈൻ. ആ pre-test, post-test, pre-experimental ഡിസൈനിൽ നമ്മൾ ചോദിക്കുന്നത് എന്താണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് പ്രീ ടെസ്റ്റ് ചെയ്യും. അത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പോസ്റ്റ് ടെസ്റ്റ് നടത്തും. ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രീ ടെസ്റ്റ് നടത്തുന്നു. റിപ്പീറ്റഡ്ലി പ്രീ ടെസ്റ്റഡ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. It includes a series of periodic measurement on the dependent variable for a group of test units. ഇവിടെ റാൻഡമൈസേഷൻ ഇല്ല, ബട്ട് ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് നടക്കുന്നുണ്ട്. എവിടെ? നമ്മുടെ ടൈം സീരീസ് ഡിസൈൻ. ഇപ്പോൾ ക്വാസിയിലുള്ള രണ്ടെണ്ണം പറഞ്ഞു, നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈനും ടൈം സീരീസ് ഡിസൈൻ. ആൻഡ് അടുത്തതാണ് ദ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ ഇതിന്റെ പ്രത്യേകത these are used to equate the experimental and control groups. Control groups and experimental groups equate cheyananu ee design ഉപയോഗിക്കുന്നത്. In this design, the treatments are given to all groups in a different order and the number of groups should be equal to the number of treatment. Number of groups should be equal to number of treatment ആയിരിക്കണം. If there are two different treatments, there should be two groups. രണ്ട് different treatment ആണെങ്കിൽ രണ്ട് different group ഉണ്ടായിരിക്കണം. ഇതാണ് the three categories of the quasi experimental design. ഇത് somewhat similar ആണ് to what the true experimental design. വ്യത്യാസം പറയുന്നത് true experimental design random selection of subject പറ്റുമായിരുന്നു, but here randomization എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അടുത്തത് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ ആണ്, which is known as the factorial design. A factorial design is used to measure the effect of two or more independent variables at various levels. ഒരു രണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇഫക്റ്റ് മനസ്സിലാക്കാനാണ് ഫാക്ടോറിയൽ ഡിസൈൻ. These are applied to determine if the effects of the independent variable can be generalized. A factorial design indicates the relationship between variables. Variable relationship ആണ് കാണിക്കുന്നത്. അതായത് ഒരെണ്ണത്തിൽ മാറ്റം വരുമ്പോൾ മറ്റൊന്നിന് ഒരെണ്ണം കൂടുകയാണെങ്കിൽ if one variable increases the other one decreases or increase ചെയ്യുകയാണോ എന്നുള്ളത് പഠിക്കുന്ന ഒരു ആ റിലേഷൻഷിപ്പിനാണ് ഫാക്ടോറിയൽ ഡിസൈൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഓർ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ്റെ ഒരു എഡിഷൻ, ഒരു മോഡിഫൈഡ് അല്ലെങ്കിൽ വേർഷൻ ആണ് ഈ ഫാക്ടോറിയൽ ഡിസൈൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ, എക്സ്പെരിമെന്റൽ ഡിസൈൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ നമ്മൾ നടത്തുന്ന എക്സ്പെരിമെന്റൽ റിസർച്ചിൽ കൊണ്ടുവരുന്ന റിസർച്ച് ഡിസൈൻ. അപ്പോൾ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട്, അതിൽ വരുന്നതാണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ, അതിലൊരു 3 കണ്ടു. പിന്നെ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ, പിന്നെ അത് കൂടാതെ വരുന്ന ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, പിന്നെ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ, പിന്നെ അത് കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ. ഇതാണ് കുറച്ചുകൂടി മോർ കോംപ്ലിക്കേറ്റഡ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. ഇനി റിസർച്ച് ഡിസൈൻ ഫോർ അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ചിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ ഡാറ്റ ഗ്യാദർ ചെയ്തിട്ട് അനലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യും. ഇവിടെ എന്താ ചെയ്യുന്നത്? അനലൈസ് ദ ഡാറ്റ ടു മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദി മെറ്റീരിയൽ. മാത്രമല്ല the researcher here uses advanced statistical techniques like correlation and multivariate analysis. ഇവിടെ hypothesis testing ഉണ്ട്. It aims at testing hypothesis and specifying and interpreting the relationships from various angles by bringing as many variables as possible. അപ്പോൾ hypothesis testing നടത്തുന്നുണ്ട്. റിസൾട്ട്സ് അത് കഴിഞ്ഞ് നമ്മൾ
ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയും റിസർച്ച് ഹൈപ്പോത്തിസിസിനെ എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പോസ്റ്റ് ഫാക്ടോ അനാലിസിസ് ഓഫ് ഡാറ്റ collected from records. Analytical studies are characterized by rigorous requirements of measurement and analysis. Analytical study പ്രത്യേകത ഒരു rigorous requirement of measurement analysis അതൊരു ഫീച്ചർ ആണ്. ഇനി ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കൽ സ്റ്റഡിയും തമ്മിൽ വ്യത്യാസം എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റീവും അപ്രോച്ചസും എല്ലാം വ്യത്യാസം തന്നെയാണ്, ഡിസൈൻ മാത്രമല്ല. ഇതിൽ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് നടത്താറില്ല. ഇത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് നടത്തുന്ന റിസർച്ച് ടൈപ്പാണ് അനലിറ്റിക്കൽ റിസർച്ച്. ദെൻ എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ചിന്റെ പ്രത്യേകത എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞു, ഇറ്റ് റിലൈസ് ഓൺ എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷൻ അലോൺ. അതായത് നമ്മുടെ റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ വേൾഡ് എക്സ്പീരിയൻസിൽ നിന്ന് ബേസ് ചെയ്യുന്ന സ്റ്റഡിയാണ് അല്ലെങ്കിൽ റിസർച്ചിനാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇത് ഇവിടെ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്തും. നമ്മളെ ഒരു ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് ഈ ഒരു ടൈപ്പ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദ റിസർച്ചർ മസ്റ്റ് ഫസ്റ്റ് പ്രൊവൈഡ് ഹിംസെൽഫ് വിത്ത് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ഓർ ഗെസ് ആസ് ടു ദ പ്രോബബിൾ റിസൾട്ട്സ്. ആദ്യം തന്നെ ഇവിടെ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. എന്താണ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്? വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഹൈപ്പോത്തിസിസ് ആണ്. അത് അത്രയും സ്പെസിഫിക് ആയിരിക്കില്ല. വേണമെങ്കിൽ റിസർച്ച് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ആ ഹൈപ്പോത്തിസിസിനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ആദ്യം ഇവിടെ സെറ്റ് ചെയ്യുന്നു. ദെൻ ഹി വർക്ക്സ് to get enough data to prove or disprove this hypothesis. He then set up experimental design which he thinks will manipulate the persons or the materials concerned so as to bring forth desired information. മാത്രമല്ല ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ അദ്ദേഹം സെറ്റ് ചെയ്യുന്നു. ദെൻ അങ്ങനെ അനലൈസ് ചെയ്യുന്ന രീതിയാണ് അത് എംപിരിക്കൽ റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. And such research is characterized by the experimenter's control over the variable under study and his deliberate manipulation of one of them to the study of its effect. ഇതിൽ നമ്മുടെ എക്സ്പെരിമെന്റർക്ക് വേരിയബിളിന്റെ മുകളിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും. അദ്ദേഹം സ്റ്റഡിയുടെ ഇഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊരു സ്റ്റെപ്പാണ് എംപിരിക്കൽ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ for different studies. Then what are the merits of research design? Research design benefits are that it helps to save researchers time, money and energy. And a proper plan structure ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ഈസിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും റിസർച്ചർക്ക്. It helps to prepare and execute the various activities related to the study systematically. It helps the researcher to document the research activities. It ensures proper time schedule for the implementation of the project. It provides confidence to the researcher for completing the research work. It provides a sense of success at every stage of work. ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഉണ്ട്. അപ്പോൾ ബേസിക്കലി വാട്ട് ഈസ് ദിസ് റിസർച്ച് ഡിസൈൻ? റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്തായിരുന്നു റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു പ്ലാൻ അല്ലേ? ഇറ്റ്സ് എ പ്ലാൻ ഓർ സ്ട്രക്ചർ, ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഓഫ് റിസർച്ച് ആണ് അവിടെ എന്ന് പറഞ്ഞാൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലാൻ ഓർ സ്ട്രക്ചർ of the series of the steps to be undertaken by the researcher to accomplish the research objectives. Research objectives accomplish ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് സ്റ്റെപ്സിനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്ലാൻ, ഒരു സ്ട്രക്ചറിനെ നമുക്ക് റിസർച്ച് ഡിസൈൻ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. വിത്തൗട്ട് എ പ്രോപ്പർ പ്ലാൻ ഓഫ് സ്റ്റഡി ഫോർ എ റിസർച്ചർക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലെങ്കിൽ ഒരിക്കലും റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ആ റിസർച്ച് ഒരു പ്രോപ്പർ ആയിരിക്കില്ല. മനസ്സിലായി? അപ്പോൾ അത്രയും കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാനാണ് റിസർച്ച് ഡിസൈൻ ചെയ്യുന്നത്. സോ റിസർച്ച് ഡിസൈനിന്റെ ഭാഗം നമ്മൾ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. പഠിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കും. താങ്ക് യു.